എൻ്റെ മോനെ മഞ്ചേരി ഒരു ഷോപ്പിൽ കയറിയപ്പോൾ കണ്ടൊരു ഐറ്റാണിത്. ബാൽമുട ഫോണ് ജപ്പാൻ്റെ സാധനമാണെന്നാണ് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ അത് കൈ കിട്ടിയപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇത് ഓണാക്കാന്ന് എഴുതിയാണ്ട് സൈഡിൽ കൂടെ മുഴുവൻ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് പിന്നെ ഓല് പറഞ്ഞ ഓർമ്മ വന്നത്, ഈ ക്യാമറ മാറി ബാക്കിൽ ഈ ക്യാമറ മാറി കിടക്കുന്നതാണ് അതിൻ്റെ പവർ ബട്ടൺ. ഫിംഗറും തന്നെ ഞാൻ എൻ്റെ ഫിംഗറൊക്കെ സെറ്റ് ചെയ്തിന്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് ഓണായിട്ട് വന്നപ്പം നല്ലൊരു ഫ്ലാറ്റ് ഡിസ്പ്ലേ, ഒരു ക്യൂട്ട് ലുക്ക് ഫോൺ. നമുക്കിതിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഇതിന് ഇത്ര വളവുണ്ട് ഒന്നും തോന്നില്ല. കണ്ടില്ല നിങ്ങൾ എജ്ജാതി വളവ്. നമുക്കൊരു മൗസൊക്കെ ആക്കി ഇങ്ങനെ പിടിച്ചാണ് മൗസൊക്കെ ആക്കി യൂസ് ചെയ്യണ ആ ഒരു ഫീൽ ഇങ്ങോട്ട് എത്തും നമ്മൾ. സംഗതി നോക്കുകയാണെങ്കിൽ നല്ലൊരു വൃത്തിയുള്ള പീസ്, നല്ലൊരു ഐറ്റം, നല്ല ലുക്കും വല്ല കുഴപ്പമൊന്നുമില്ല. ബാക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ വെച്ചാണ്ട് അങ്ങനെ കാണിച്ചിട്ട് ഒരു മൗസാക്കിയാണ്ട് എങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെ വെച്ചാണ്ട് ഒരു മൗസാക്കിയാണ് ഡബിൾ ടാപ്പ് ചെയ്യുക, റീഫ്രഷ് ചെയ്യുക എന്നുള്ളൊരു ആ ഒരു ഫീലിലേക്ക് എത്തുന്നില്ല സാധനം കാണുമ്പോൾ. ഉണ്ടെങ്കിൽ മതി. ക്യാമറ ഒക്കെ ഓണാക്കി നോക്കിയാണ്ട് നമ്മളൊരു ഫോട്ടോ എടുത്താലേ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് അറിയണേ. ഒരു എബോവ് ആവറേജ് ആണ് നമുക്ക് ഇടുക. ഒരു ആവറേജിൻ്റെ ഒരു 10 അടി മേലേക്ക് നമുക്ക് നോക്കാം. ആ ഒരു ലെവൽക്കാണുള്ളത്. അത്യാവശ്യം ക്ലിയർ ഉണ്ട്, ഒരു മാന്യപ്പെട്ട ഐറ്റം നോർമലി ഫോട്ടോ എടുക്കുമ്പോൾ. പിന്നെ പോർട്രേറ്റിൽ ഫോട്ടോ എടുക്കുമ്പോൾ പണ്ട് നമ്മളെ ഗൂഗിൾ അല്ലാത്ത ഫോണിലൊക്കെ ഗൂഗിൾ ക്യാമറ ഡൗൺലോഡ് ചെയ്ത് ഒരു ഗൂഗിളിൻ്റെ ക്ലാരിറ്റി കിട്ടാൻ, ആ ക്യാമറൻ്റെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ക്യാമറ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് എടുക്കലുണ്ടായിരുന്നു. ആ ഒരു സെയിം ക്യാമറയാണുള്ളത്. അതിലെടുത്ത എത്രത്തോളം പോർട്രേറ്റ് മട്ടാവലുണ്ടെന്നുള്ളത് യൂസ് ചെയ്തവർക്ക് അറിയുക. കാരണം എഡ്ജ് ഡിറ്റക്ഷൻ ഒന്നും വല്ല കറക്റ്റ് അല്ല, ആ ഒരു ലെവൽക്കാണുള്ളത്. എന്നിട്ട് അതിൽ ഫോട്ടോ എടുത്താൽ ഇത് കിട്ടും, പോർട്രേറ്റ് ആയ ഒരു ഫോട്ടോ, ബാക്ക്ഗ്രൗണ്ട് ബ്ലറായതും കിട്ടും, അല്ലാത്തതും കിട്ടും, നോർമൽ ഫോട്ടോയും കിട്ടും പോർട്രേറ്റിൽ എടുത്താൽ തന്നെ. ആ ഒരു സാധനം എഡ്ജ് ഡിറ്റക്ഷനൊക്കെ വല്ലാതെ മട്ടമില്ല, മട്ടം തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല, ഒരു ആവറേജ് യൂസിങ്ങിനൊക്കെ പറ്റായില്ല. ഫിംഗർ പ്രിൻ്റൊക്കെ കണ്ടില്ല നിങ്ങൾ, സെറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം പവർ ബട്ടൺ നെക്കിയിട്ട് വേണം പിന്നെ ഫിംഗർ പ്രിൻ്റ് ചെയ്താണ് നമുക്ക് ഓണാക്കാൻ. ആ ഒരു ലാഗാണ് അവിടെ കാണുന്നത്, അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിനിവിടെ ഇന്ത്യയിൽ 5G കിട്ടില്ല കേട്ടോ. സ്നാപ്ഡ്രാഗൺ 765 5G ചിപ്സെറ്റാണ് ഇതിന് കൊടുത്തിരിക്കണമെങ്കിലും ഇവിടെ ഇന്ത്യയിൽ 5G കിട്ടില്ല. പിന്നെ 48 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ, 2500 mAh ബാറ്ററിയാണ് കിട്ടുന്നത്. ബാറ്ററി ബാക്കപ്പൊക്കെ കുറവായിരിക്കും. പിന്നെ ഫുൾ HD+ റെസൊല്യൂഷൻ വരുന്ന ഒരു IPS LCD ഡിസ്പ്ലേ ആണെന്ന് തോന്നുന്നത്. 4.9 ഇഞ്ചിൻ്റെ സ്ക്രീനാണുള്ളത്. 120 Hz റീഫ്രഷ് റേറ്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നത്. 2021 ഇറങ്ങിയൊരു മോഡലാണ്. ബാൽമുട എന്ന് പറയുന്ന കമ്പനി ആകെ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഇറക്കിയിട്ടുള്ളൂ എന്നാണ് കടക്കാരൻ എന്നോട് പറഞ്ഞു. പിന്നെ അവരൊന്നും ഇറക്കിയില്ല എന്നാണ് തോന്നുന്നത്. എന്തറിയില്ല, കടക്കാരൻ പറഞ്ഞാണ്. അന്ന് ഈ ഫോൺ ഇറങ്ങിയപ്പോൾ 70,000 റുപ്യക്കാണ് ഇറങ്ങിയതെന്ന് കൂടി മൂപ്പർ പറഞ്ഞു എന്നോട്. അപ്പോൾ ആദ്യമായിട്ടൊരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ ഇങ്ങനത്തെ വളവോട് കൂടിയുള്ള ഒരു സാധനം 70,000 ഇറക്കാറിഞ്ഞാൽ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. ഏതായാലും ഉച്ച പറ്റിയേക്കണം. അങ്ങനെ ഏതായാലും ഉച്ച ഇഷ്ടമായി. എന്താ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ എങ്ങനെ ഈ സൈഡ് വ്യൂ നോക്കുമ്പോൾ ആ ഒരു വളവുള്ളൂ, അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലാത്ത നമുക്ക് ഫീൽ ചെയ്യണമൊന്നുമില്ല. ഏതായാലും ഇഷ്ടമായിരിക്കണം. കടക്കാരിത് കേസോട് കൂടെയാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യണത്. പേരൊക്കെ കണ്ടില്ല നിങ്ങൾ, ബാൽമുട. പച്ച മലയാളത്തിലൊക്കെ പറയുകയാണെങ്കിൽ വാൽമുട്ട എന്നൊക്കെ പറയേണ്ടി വരും. ഈ അടുത്ത ഭാഗത്ത് കാണുന്നതാണ് കേട്ടോ ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ പവർ ബട്ടണും. പിന്നെ ഈ വലത്തെ ഭാഗത്ത് കാണുന്നത് ആകെ ഒരു ക്യാമറ, പിന്നെ ഒരു കുത്തുകുത്ത് ഇങ്ങനെ കണ്ടില്ലേ, അതാണ് സ്പീക്കർ. എജ്ജാതി അറിവില്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ അത് യൂസ് ചെയ്യാൻ വേറൊരു എക്സ്പീരിയൻസ് തന്നെ ഇക്കാരം. ഒന്നാമത് ചെറിയ റൈറ്റാണ്, കയ്യിലൊക്കെ ഒതുങ്ങണേ. ആ കേസൊക്കെ ഇട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇൻഹാൻഡ് ഫീലർ എന്നൊരു സംഗതി ഉണ്ടല്ലോ, അതൊക്കെ ഗുഡ് സാധനമാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ കുറച്ചൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പിന്നെ യൂട്യൂബിൽ ഒരു 10 മിനിറ്റ് കുറച്ച് പാട്ടൊക്കെ കേട്ട് നോക്കുമ്പോൾ ബാക്കിൽ ചെറിയ ഹീറ്റിങ് ഇങ്ങനെ വരുന്നുണ്ട്. കേസ് ഇടുമ്പോൾ അത്ര ഫീലിംഗ് ഇല്ലെങ്കിലും അതിനൊരു ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് കടക്കാരും പറഞ്ഞു. അപ്പോൾ ഏതായാലും നമ്മളെ ബാൽമുട അല്ലെങ്കിൽ ബൽമുട അങ്ങനെ ഏതോന്ന് തോന്നുന്നത് ഇതിൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത്. ഏതായാലും നമുക്കിഷ്ടമുള്ള കോലത്തിൽ പറയാണ്. നമ്മുടെ ബാൽമുട വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബാൽമുട എപ്പിസോഡോടെ അവസാനിക്കുന്നു.